ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പല അനുഭവങ്ങൾ വ്യത്യസ്ത അവസരങ്ങളിലായി കടന്നു വരുന്നതാണ്. എന്നാൽ മലയാളികൾ ഏവരും കാത്തിരുന്ന പുണ്യദിനമായ വിഷുവാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഈ വിഷു നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെയും മാറ്റങ്ങളെയും എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. തന്നിട്ടുള്ള 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനു മുൻപേ നിങ്ങളുടെ ഇഷ്ടദേവരെ മനസ്സിൽ നല്ല രീതിയിൽ സങ്കല്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് കൈനീട്ടമാണ്. അതുപോലെ രണ്ടാമത്തെ ചിത്രം ഭഗവാന്റെ വിഷുക്കണി ദർശനം തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിക്കും മനസ്സിൽ ചിത്രങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഒന്ന് തിരഞ്ഞെടുക്കുക. സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുതകളാണ് ഓരോ ചിത്രങ്ങൾക്കു പിന്നിലുമുള്ളത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് കരുതുന്നു. കൈനീട്ടത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം മനക്ലേശങ്ങൾ, മനസമാധാനക്കുറവ് നിലനിൽക്കുന്നുണ്ട്. അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ അകന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതോ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അത് ചിലപ്പോൾ വീട്ടിലുള്ളവരോ സുഹൃത്തുക്കളോ അതുമല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ ഒരു ചെറിയ പങ്കുവഹിക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവിയെയോ ആരാധിക്കേണ്ടത് അതിപ്രധാനമാണ്. ഇഷ്ടദേവതയുടെയോ ദേവൻ്റെയോ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പുരോഗതികളെക്കുറിച്ച് ഉറച്ചു വിശ്വസിക്കുക. ഒരുപാട് മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. യഥാസമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നതാണ്. പുതിയ നല്ല ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് വളരെയധികം നല്ല അവസരങ്ങളായി പ്രയോജനപ്പെടുത്തിയേക്കാവുന്ന നല്ല അവസരങ്ങളായി മാറുകയും ചെയ്യും. അത്തരം സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും. നിങ്ങളെ വഞ്ചിക്കുന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളെ വഞ്ചിക്കുന്നവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ചതിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉണർവാണ്. തെറ്റേത് ശരിയേത് എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ ഒന്നുമില്ലാത്തവൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് കരുതി നിങ്ങളെ അവഗണിച്ചവർക്ക് മുന്നിൽ നിങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥ അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളെ ദ്രോഹിച്ചവർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ നമ്മൾ നടത്താതെ അത് ഭഗവാനെ വിട്ടുകൊടുക്കുക. അതിൻ്റേതായ ശിക്ഷകൾ ഭഗവാൻ തന്നെ അവർക്ക് കൊടുത്തുകൊള്ളും. നിങ്ങൾ നിങ്ങളുടേതായ പ്രവൃത്തിയും കർമ്മവും ചെയ്ത് മുന്നോട്ട് പോവുക. ഇനിയുള്ള നാളുകളിൽ മനക്കരുത്ത് വർദ്ധിക്കുന്ന ഒരവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടുന്നതാണ്.
സ്വന്തമായി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. നിങ്ങൾക്ക് ഉചിതമെന്നും ചിന്തിച്ചാൽ നല്ലതാണ് എന്നും തോന്നിയേക്കാവുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഭഗവാൻ കൃഷ്ണനെ നിരന്തരം ആരാധിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നത് നിങ്ങളെ പടിപടിയായി ഉയർത്തുന്നതിനെ വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇനി പറയുന്നത്, നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ഭഗവാന്റെ ആ ഒരു കണി ദർശനമാണ്, അല്ലെങ്കിൽ വിഷുക്കണിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഐക്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല. അത്രയും മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എന്നതാണ് സാരം. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമതകളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾ ശക്തി നേടിയിരിക്കും. ഒരു ഭവന നിർമ്മാണത്തിനും അതുപോലെ തന്നെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വിദേശവാസവും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക മാനുഷികമായ ശക്തി തന്നെയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പോൾ അതെല്ലാം മെല്ലെ മെല്ലെ ശരിയാകുന്നതാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയതാണ് നിങ്ങൾ. എന്നാൽ അതൊക്കെ ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്ത് മാനം തെളിഞ്ഞു എന്നതുപോലെ ലക്ഷ്യസാക്ഷാത്കാരം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചു പോകരുത്. നടക്കില്ല എന്ന ചിന്ത മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റുക. അത് നിങ്ങൾക്കൊരു പരീക്ഷണ കാലമാണ്. ഭഗവാൻ മൃദുല സ്വഭാവക്കാരനാണ് എങ്കിലും അസാമാന്യ ബുദ്ധിമാനാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമേ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറിയ രീതിയിലെങ്കിലും സാധിപ്പിച്ചു തരുവാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കടമ്പ മറികടക്കാൻ ഒരു വഴിയേ നമ്മുടെ മുന്നിൽ കാണുന്നുള്ളൂ. കഠിനമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും വ്യതിചലിക്കാതെ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വിഷുക്കാലം അല്ലെങ്കിൽ ഈ ഒരു വിഷു ദിനത്തോട് അനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.